നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരുപാട് കാലമായി നമ്മൾ ഫോട്ടോയ്ക്ക് പിന്നിൽ ചെയ്തിട്ട്. ഇന്നത്തെ എപ്പിസോഡ് ഫോട്ടോയ്ക്ക് പിന്നിൽ, ഒരു ഫോട്ടോയുടെ പിന്നാമ്പുറത്തെ കഥയാണ്. അസുഖബാധിതനായി 52-ാം വയസ്സിൽ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ രാമു കാര്യാട്ട്. ദക്ഷിണേന്ത്യക്ക് ആദ്യമായി പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിത്തന്ന ചെമ്മീൻ എന്ന അഭ്രപാളികളിലെ മനോഹരമായ പെയിൻറ്റിങ് പോലെ ചാരുതയുള്ള ചെമ്മീൻ സംവിധാനം ചെയ്ത രാമു കാര്യാട്ട്. ആദ്യ സിനിമ പി ഭാസ്കരൻ മാഷോടൊപ്പം സംവിധാനം ചെയ്ത് പ്രസിഡന്റിൻ്റെ മികച്ച രണ്ടാമത്തെ ചിത്രം വെള്ളി മെഡൽ നീലക്കുയിലൂടെ മലയാളിക്ക് നേടിത്തന്ന രാമു കാര്യാട്ട് നനച്ചിരിക്കാതെ 52-ാം വയസ്സിൽ വിട പറഞ്ഞപ്പോൾ അവസാനമായി കാണാമെന്ന സുഹൃത്ത് പി ഭാസ്കരൻ മാഷിൻ്റെ കളങ്കമില്ലാത്ത കരച്ചിലാണ് ഈ ചിത്രം. കണ്ടു നോക്കൂ. ഫോട്ടോയ്ക്ക് പിന്നിൽ എന്ന പന്തിയിലൂടെ പി ഭാസ്കരൻ രാമു കാര്യാട്ട് സംവിധാന ജോഡികളുടെ കഥ പറയാം. അവരുടെ മാനസിക ഐക്യത്തെക്കുറിച്ച് പറയാം. നമസ്കാരം. രാമു കാര്യാട്ട്, ശോഭന പരമേശ്വരൻ നായർ, PJ ആൻ്റണി എന്നിവർ തൃശ്ശൂരിലെ അന്നത്തെ ഏക മുന്തിയ ഹോട്ടലായ സ്റ്റേറ്റ് ഹോട്ടലിൽ കട്ടിലിൽ നിരന്ന് കിടക്കുകയാണ്. ആൾ ഇന്ത്യ റേഡിയോയിൽ സോക്രട്ടീസ് എന്ന പറഞ്ഞ നാടകത്തിന് ശബ്ദം നൽകി വിജയിപ്പിച്ചു വന്ന സന്തോഷത്തിലാണ് PJ ആൻ്റണി. സോക്രട്ടീസായിട്ട് ശബ്ദം കൊടുത്ത് വിജയിപ്പിച്ചിട്ട് വന്ന് കിടക്കുകയാണ്. ആ സന്തോഷത്തിൽ കിടക്കുകയാണ്. ആ സന്തോഷത്തിൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നല്ല ലഹരിയിലായിരിക്കുമല്ലോ. രാമു കാര്യാട്ടിൻ്റെ ശിഷ്യനായി തുടങ്ങി പത്രക്കാരനായി, കഥാകൃത്തായി, തിരക്കഥാകാരനായി, സംവിധായകനായി വളർന്ന വിജയൻ കാരോട്ടും പ്രശസ്ത ഗാനരചയിതാവ് MD രാജേന്ദ്രനും ശോഭന പരമേശ്വരൻ നായരുടെ വിശ്വസനായ മണികണ്ഠൻ നായരും അല്പം ജൂനിയേഴ്സ് എന്നുള്ള രീതിയിൽ ആ കാറ്റഗറിയിൽ മുറിയിലുണ്ട്. PJ ആൻ്റണി ഒരു അണ്ടർവെയർ മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കോലം ആലോചിച്ച് നോക്കി. കാര്യാട്ട് കൈ നീട്ടുമ്പോൾ വിജയൻ കാരോട്ട് അല്പമായി ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ച് നൽകുന്നുണ്ട്. PJ ആൻ്റണി പാടി തകർക്കുകയാണ്. അധികം ആർക്കും അറിഞ്ഞിടാത്ത കാര്യമാണ്, PJ ആൻ്റണി നന്നായി പാടുമായിരുന്നു. രാമു കാര്യാട്ട് കിടക്കുന്ന വശത്തെ ഒരു കസേരയിലിരിക്കുകയാണ് ചെറുപ്പക്കാരനായ MD രാജേന്ദ്രൻ. ഒരു സ്വകാര്യം പോലെ MD രാജേന്ദ്രൻ കാര്യാട്ടിനോട് ഒരു കാര്യം ചോദിച്ചു. പക്ഷേ മലയാളത്തിലെ പാട്ടെഴുത്തുകാരിൽ 1-ാം സ്ഥാനക്കാരൻ ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഇതായിരുന്നു ചോദ്യം. രാമു കാര്യാട്ട് MD രാജേന്ദ്രൻ എന്ന യുവാവിനെ നന്നായൊന്ന് നോക്കി. എന്നിട്ട് 1 മിനിറ്റ് ആലോചിച്ചു. വയലാറാണോ ഭാസ്കരനാണോ നല്ല പാട്ടെഴുത്തുകാരൻ എന്ന MD രാജേന്ദ്രൻ്റെ ചോദ്യത്തിന് എന്താ മറുപടി പറയേണ്ടതെന്നൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, പാട്ടെഴുത്തുകാരനിൽ ഭാസ്കരൻ തന്നെ ഒന്നാമത്. അത് കേട്ടപാടെ PJ ആൻ്റണി പറഞ്ഞു, അല്ല രാമു, വയലാറിൻ്റേതാണ് നല്ല പാട്ട്. ആൻ്റണി തുടങ്ങി വച്ചു. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു, നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി എന്നുള്ള ദേവരാജമ്മ ക്ഷീണം വിട്ട് വയലാർ എഴുതി തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയിലെ യേശുദാസ് പാടിയ മനോഹരമായ പാട്ട് അതുപോലെ തന്നെ മനോഹരമായി PJ ആൻ്റണി പാടി. PJ ആൻ്റണി തുടങ്ങി വെച്ചപ്പോൾ അത് ശോഭന പരമേശ്വരൻ നായരും രാമു കാര്യാട്ടും മണികണ്ഠൻ നായരും കോറസായി ഉച്ചത്തിൽ പാടി. പാരിജാതം തിരുവിഴി തുറന്നു കോറസായി പാടിയുള്ള അവസരം ചൊക്കി. ഭ്രാന്തന്മാർ പാടുന്നത് പോലെ ഉച്ചത്തിലാണ് അവർ പാടിയത്. ഹോട്ടൽ മുറിയാണെന്ന് നോക്കിയില്ല. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയതൊക്കെ അത്യുത്സാഹത്തോടെ 4 സംഘം പാടി തകർത്തു. നിത്യ കാമുകിയൊക്കെ മാടി വിളിച്ചു.
ഇങ്ങനെയൊക്കെ എഴുതാൻ ഒരു വയലാറേ ഉള്ളു രാമു എന്ന് പി ജെ ആൻ്റണി ഉറപ്പിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ തറപ്പിച്ച് പറഞ്ഞു. തർക്കത്തിന് പോയില്ല കാര്യാട്ട്. ആൻ്റണി പറഞ്ഞത് ശരിയാ എന്ന് രാമു കാരിയാട്ട് തിരുത്തി. ഇത് പറയുമ്പോഴും കാര്യാട്ട് വള്ളുവനാടൻ ഏറനാടൻ ശൈലിയിൽ എഴുതുന്ന ഭാസ്കരനെ തന്നെയായിരുന്നു പ്രിയം. രാമു കാരിയാട്ടിന് പ്രിയം ഈ വള്ളുവനാട് ഏറനാട് ഭാഷയിൽ എഴുതുന്ന ഭാസ്കരൻ മാഷിനെ തന്നെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഭാസ്കരൻ എന്ന കവിയോട് കാര്യാട്ടിന് വലിയ ആരാധന ഉണ്ടായിരുന്നു. ഒപ്പം എൻ്റെ തട്ടകത്തിൽ കയറി കളിക്കണ്ട എന്ന ഈഗോയും ഉണ്ടായിരുന്നു. രണ്ടും കാര്യാട്ടിനുണ്ടായിരുന്നു. വലിയ ആരാധന പാട്ടെഴുത്തുകാരൻ എന്ന നിലയ്ക്ക്. പക്ഷേ എൻ്റെ തട്ടകത്തിൽ കയറി സംവിധാനത്തിലൊന്നും അങ്ങനെ വലിയ കോപ്പ് കാണിക്കേണ്ട എന്നുള്ള ഈഗോയും മനസ്സിലുണ്ടായിരുന്നു. 1953 അതായത് ഞാനോ ഈ പ്രോഗ്രാം കാണുന്നതിൽ ഭൂരിപക്ഷം പേരോ ജനിച്ചിട്ടില്ല, 76 വർഷം മുമ്പ് പുറത്തു വന്ന സിനിമയാണ് തിരമാല. മലയാളത്തിലെ ആദ്യ ഇരട്ട സംവിധായകർ ചെയ്ത സിനിമയാണ് തിരമാല. നമ്മൾ മലയാളത്തിലെ ആദ്യത്തെ ഇരട്ട സംവിധായകർ ആരെന്ന് കേട്ടാൽ ഒരുമാതിരിപ്പെട്ട സിനിമാ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നീലക്കുയിൽ സംവിധാനം ചെയ്ത വി ഭാസ്കരനും രാമു കാരിയാട്ടുമാണെന്ന് പറയും. അല്ല, അത് 1953 പുറത്തു വന്ന തിരമാല എന്ന് പറഞ്ഞ സിനിമ ചെയ്തവരാണ് ഇരട്ട സംവിധായകർ. പല സിനിമാ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണെന്നറിയില്ല നീലക്കുയിലാണ് ആദ്യ ഇരട്ട സംവിധായകർ എന്ന് പറയും. രാമു കാരിയാട്ടും പി ഭാസ്കരനും ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. രണ്ടുപേരും പ്രശസ്തരാണല്ലോ. തിരമാല സംവിധാനം ചെയ്തത് വിമൽ കുമാറും PRS പിള്ളയുമായിരുന്നു. PRS പിള്ളയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പാലയിലെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവാദ നായകനായി മാറിയ ശങ്കർ മോഹൻ, കുറച്ച് സിനിമകളിൽ അഭിനയിച്ച ശങ്കർ മോഹൻ്റെ അച്ഛനാണ് PRS പിള്ള. KSFDCയുടെ ചെയർമാനായിരുന്നു. ഈ സിനിമയിലെ സഹസംവിധായകനായിരുന്നു രാമു കാരിയാട്ട് എന്ന അക്കാലത്ത് അറിഞ്ഞിരുന്നത് R കാര്യാട്ട് എന്നാണ്. തിരമാലയുടെ സംവിധാന സഹായിയായിരുന്നു രാമു കാരിയാട്ട്. ഈ ചിത്രം സംഗീത സംവിധാനം നിർവഹിച്ചത് സംവിധായകൻ വിമൽ കുമാർ തന്നെ. സംഗീത സംവിധാന സഹായിയായി MS ബാബുരാജിനെ കൂട്ടി. കടത്തുകാരൻ എന്ന പേരിൽ TN ഗോപിനാഥൻ നായർ എഴുതിയ നമ്മുടെ രവി വള്ളത്തോളിൻ്റെ അച്ഛൻ റേഡിയോ നാടകമാണ് തിരമാലയായത്. TN തന്നെ സിനിമയ്ക്ക് തിരക്കഥയും എഴുതി. V ഭാസ്കരനായിരുന്നു ഗാനങ്ങൾ രചിച്ചത്. പ്രണയത്തിൻ്റെ കോവിലിൽ, ഹേ കളിയോടമേ, പാലാഴിയാം നിലവിൽ തുടങ്ങിയ 13 ഗാനങ്ങൾ ഭാസ്കരൻ മാഷ് തിരമാലയ്ക്ക് വേണ്ടി എഴുതി. അതിൽ ചിലതൊക്കെ ശ്രദ്ധേയമായി. അടൂർ ഭാസിയെ നായകനായി ഉദ്ദേശിച്ചു. എങ്കിലും ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ മരിച്ച തോമസ് ബെർലിയെയാണ് നായകനാക്കിയത്. സത്യനും കുമാരി തങ്കവും പി ഭാസ്കരനും ടി എസ് മുത്തയ്യയും ഒക്കെയായിരുന്നു മറ്റ് പ്രധാന അഭിനേതാക്കൾ. കലാസാഗറിൻ്റെ ബാനറിൽ PRS പിള്ള തന്നെയാണ് സിനിമ നിർമ്മിച്ചത്. തിരമാല നിർമ്മിച്ചത് PRS പിള്ളയാണ്. നായിക ശാന്ത പി നായരുടെയും, നായികയല്ല ഗായിക, പിന്നണി ഗായികയായിരുന്നു. നാഴിയൊരുപാൽ കൊണ്ട് നാടാകെ കല്യാണം എന്നുള്ള പാട്ടുപാടി അനശ്വരമാക്കിയ ശാന്ത പി നായർ എന്ന് പറഞ്ഞ ഗായികയും നടൻ അടൂർ ഭാസിയുടെയും തുടക്ക സിനിമയാണ് തിരമാല. 1953 ഏപ്രിൽ 17 തിരമാല തിയേറ്ററിലെത്തി. ദയനീയമായി പടം വീണുപോയി. ഈ സിനിമയിൽ അഭിനയിച്ചതിന് നടൻ സത്യന് കുറച്ച് കാശ് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. PRS പിള്ളയാണല്ലോ പ്രൊഡ്യൂസർ. അപ്പോൾ PRS പിള്ള കുറച്ച് കാശ് ബാലൻസ് ഉള്ളത് തരാം എന്ന് പറഞ്ഞിരുന്നു. അതുവരെ സിനിമ നിർമ്മിച്ചിരുന്നവർ ഒന്നുകിൽ കരക്കാരുടെ കാശ് കൊണ്ട് ഒരു കമ്പനി രൂപീകരിച്ച് ചിത്രം നിർമ്മിച്ചവരായിരുന്നു. PRS പിള്ള തൻ്റെ സ്വത്തുക്കൾ വിറ്റും ബന്ധുക്കളോട് കടം വാങ്ങിയുമാണ് തിരമാല നിർമ്മിച്ചത്. പൊൻകുന്നത്തെ പൗരപ്രമുഖനായ ജന്മിയായ പൊന്നാമ്പ്രമ്പത്ത് S രാമനാഥ പിള്ളയുടെ പുത്രനാണ് ശിവശങ്കര പിള്ള എന്ന PRS പിള്ള. മദ്രാസിൽ ലോ കോളേജിൽ BL പഠിക്കാൻ പോയതാണ്. അവിടെ വച്ച് വിമൽ കുമാറിനെ പരിചയപ്പെട്ടു. ഒരു വടക്കേ ഇന്ത്യക്കാരനാണ് വിമൽ കുമാർ എന്ന് PRS പിള്ള ധരിച്ചു. കൊച്ചിക്ക് തെക്ക് കണ്ടകടവിലെ കുരിശിങ്കൽ വീട്ടിൽ SJ തോമസാണ് വിമൽ കുമാർ ആയത്. ഒരു ചിത്രം ചെയ്യാനായി
മദിരാശിക്ക് ബോംബെയിൽ നിന്ന് വണ്ടി കയറിയതാണ്. പട്ടാളക്കാരനായിരുന്നു എസ് ജെ തോമസ്. പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞു വന്ന് ബോംബെയിൽ സംഗീത സംവിധാന സഹായിയായി കൂടി. ഹിന്ദി ചലച്ചിത്ര ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ക്രിസ്ത്യൻ നാമധാരിയാകരുത്. തോമസ് അങ്ങനെ വിമൽ കുമാറായി ജ്ഞാനസ്നാനം നടത്തി. ലഗൻ മണ്ഡപ് എന്ന മറാത്തി സിനിമയ്ക്ക് സംഗീതം നൽകാനായി. ഒരു നാൾ വിമൽകുമാർ കോടമ്പക്കത്തേക്ക് വണ്ടി കയറി ഒരു സിനിമ സംവിധാനം ചെയ്യാനായി വന്നതാണ്. അങ്ങനെ മദ്രാശിയിൽ വെച്ച് അല്ലെങ്കിൽ കോടമ്പക്കത്ത് വെച്ച് PRS പിള്ളയും വിമൽകുമാറും കൂടി പരിചിതരായി. PRS പിള്ളയെ വിമൽകുമാർ പ്രശസ്ത ഛായാഗ്രാഹകൻ ജിത്തൻ ബാനർജിയെ പരിചയപ്പെടുത്തി. അങ്ങനെ ജിത്തൻ്റെ ക്യാമറ അസിസ്റ്റൻ്റായി PRS പിള്ള കുറച്ചു കാലം വർക്ക് ചെയ്തു. അതോടെ ലോ കോളേജിലെ പഠനം പാതി വഴിക്ക് നിന്നു എന്ന് പറയണ്ടല്ലോ. ഛായാഗ്രഹണത്തിൻ്റെ പഠിത്തം കഴിഞ്ഞ് സംവിധാന സഹായിയായി. പിന്നെ സ്വന്തമായൊരു സിനിമ നിർമ്മിച്ചാലോ എന്നായി PRS പിള്ള. കൂട്ടിന് വിമൽകുമാറിനെയും കൂട്ടി. നിർമ്മാണ കമ്പനിക്ക് കലാസാഗർ എന്ന് പേരിട്ടു. തിരുവനന്തപുരത്താണ് കലാസാഗറിൻ്റെ ഓഫീസ് തുറന്നത്. 2 സിനിമകൾക്ക് തിരക്കഥ എഴുതി കഴിഞ്ഞ TN ഗോപിനാഥൻ നായരെ കഥയ്ക്കും തിരക്കഥയ്ക്കും ഇത് രണ്ടും എഴുതാനായി വിമൽകുമാറും PRS പിള്ളയും പോയി കണ്ടു. അക്കാലത്ത് വഴുതക്കാട് ജംഗ്ഷനിൽ PK മെമ്മോറിയൽ പ്രസ് എന്ന പേരിൽ ഒരു പ്രസ് നടത്തുകയാണ് TN ഗോപിനാഥൻ നായർ. ഇവരുടെ സിനിമ കഥയുടെ ചർച്ചകൾ കേട്ടുകൊണ്ട് പ്രസ്സിലെ ഒരു ഭാസ്കരൻ നായർ ഇരിപ്പുണ്ട്. പതിവായിട്ട് ആ പ്രസ്സിലുണ്ടാവും. സഖി എന്ന പേരിൽ TN ഗോപിനാഥൻ നായർ അപ്പോഴൊരു വാരിക തുടങ്ങിയിരുന്നു. അതുമായി ചുറ്റിക്കൂടിയിരിക്കുകയാണ് ഭാസ്കരൻ നായർ. സഖി വാരികയുടെ ചുമതലക്കാരനായിട്ടൊക്കെ അങ്ങനെ കറങ്ങി നടക്കുക. പ്രസ്സിൽ നിന്നും 1 മൈൽ ദൂരം വരില്ല ഭാസ്കരൻ നായരുടെ വീട്ടിലേക്ക്. പക്ഷേ പരമാവധി സ്വന്തം വീട്ടിലേക്ക് ഭാസ്കരൻ നായർ പോവാറില്ല. സിനിമ എടുക്കാൻ വന്നവരുമായി പെട്ടെന്ന് ചങ്ങാത്തത്തിലായി കക്ഷി. സിനിമ പിടുത്തം പഠിക്കണം, തരം കിട്ടിയാൽ ഒന്ന് മുഖം കാണിക്കണം സിനിമയിൽ. ഇതാണ് ഭാസ്കരൻ നായരുടെ സ്വപ്നം. കലാസാഗറിൻ്റെ ഓഫീസിനായൊരു വീട് കണ്ടെത്തിയതും ഭാസ്കരൻ നായരായിരുന്നു. വീടിൻ്റെ മുന്നിൽ കലാസാഗർ എന്ന ബോർഡ് വച്ചു. കലാസാഗർ, കലയുടെ സാഗരം. സാഗരം എന്ന് പറഞ്ഞാൽ കടൽ. അപ്പോൾ കലയുടെ കടൽ. ആദ്യം ചെയ്യുന്ന സിനിമയ്ക്ക് തിരമാല എന്നാണ് പേരിട്ടിരിക്കുന്നത്. കല കടലിലെ തിരയിൽപ്പെട്ട് കലങ്ങും എന്ന് പലരും കളിയാക്കി. മെറിലാൻഡ് സ്റ്റുഡിയോയിൽ 2 പേരും കൂടി ചെന്നു. സംവിധായകർ 25,000 രൂപയ്ക്ക് ഒരു സിനിമ ചെയ്ത് തീർക്കാനുള്ള എല്ലാത്തിനുമായി മെറിലാൻഡ് ബുക്ക് ചെയ്തു. ഈ സമയത്ത് തൃശ്ശൂരിൽ നിന്നും പുറത്തിറങ്ങുന്ന സൗണ്ട് എന്ന സിനിമാ മാസികയുടെ പ്രവർത്തകനായ ആർ കാര്യാട്ട് മെറിലാൻഡിലൊരു ദിവസം വന്നു. PRS പിള്ളയെ കാണണം, തിരമാലയുടെ കാര്യങ്ങൾ അറിയണം, എന്തെങ്കിലുമൊക്കെ ഫോട്ടോകൾ പടങ്ങളുണ്ടെങ്കിൽ അതും വാങ്ങണം. ഇരുവരും കുറേ നേരം സംസാരിച്ചു. പോകാൻ നേരം ഈ സൗണ്ടിൻ്റെ പത്രപ്രവർത്തകനായ ആർ കാര്യാട്ട് ചോദിച്ചു, സഹസംവിധായകനായി ഞാനും കൂടി കൂടട്ടെ? ആയിക്കോട്ടെ എന്ന് PRS പിള്ളയുടെ മറുപടി. അമ്മയ്ക്ക് ഒരേ ഒരു മകനാണ് ആർ കാര്യാട്ട് എന്ന രാമു. തൃശ്ശൂരിൽ ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞു. സൗണ്ട് മാസികയുടെ സൗണ്ട് ഓഫാക്കി തലസ്ഥാനത്തേക്ക് മടങ്ങി. കലാസാഗറിൻ്റെ ഓഫീസിൽ ഭാസ്കരൻ നായരോടൊപ്പം രാമു കൂടി. ഈ ഭാസ്കരൻ നായരാണ് പിന്നീട് അടൂർ ഭാസിയായി മാറിയത്. ചിത്രീകരണം ആരംഭിച്ചപ്പോൾ അടൂർ ഭാസി ഈ സിനിമയുടെ ഭാരം മുഴുവൻ തൻ്റെ തലയിലാണെന്ന ഭാവത്തിൽ ഓടി നടന്നു. തിരുവനന്തപുരം വാസിയുമാണല്ലോ. ഒരു സീനിൽ അഭിനയിച്ചു തിരമാലയിൽ അടൂർ ഭാസി. ഒരു പശുവിനെ, തെങ്ങിക്കെട്ടിയിരിക്കുന്ന ഒരു പശുവിനെ അഴിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനാണ് അഭിനയിച്ചത്. പക്ഷേ ക്യാമറ വച്ചത് അടൂർ ഭാസിയുടെ പുറകുവശത്തായിരുന്നു. അതിനാൽ അടൂർ ഭാസിയുടെ മുഖം തിരമാലയിൽ സ്ക്രീനിൽ വന്നില്ല. തിരമാല ദയനീയമായി വീണു. PRS പിള്ള ശരിക്കും
സാമ്പത്തിക ക്ലേശത്തിൽപ്പെട്ടു. ബാലൻസ് കാശ് വാങ്ങാനായി സത്യമാഷ് ഒരു സുഹൃത്തിനെയും കൂട്ടി ടാക്സി കാറെടുത്ത് ഒരു സന്ധ്യയ്ക്ക് പൊൻകുന്നത്ത് ചെന്നിറങ്ങി. ബാക്കി കാശ് കിട്ടിയാലേ പോകുമെന്ന് സത്യമാഷ് ശടിച്ചു. അഭിമാനിയായ രാമനാഥപിള്ള സത്യമാഷ് മകനോട് ചൂടാകുന്നത് കണ്ട് കാശ് റെഡിയാക്കി കൊടുത്ത് മടക്കി വിട്ടു. മേലിൽ സിനിമാ നിർമ്മാണവും സംവിധാനവും ഒന്നും വേണ്ടാന്ന് മകന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. തിരമാലയ്ക്ക് പാട്ടെഴുതാനും അഭിനയിക്കാനും വന്ന പി ഭാസ്കരനുമായി രാമു കാര്യാട്ട് നല്ല അടുപ്പത്തിലായി. രാമു കാര്യാട്ടിനേക്കാൾ 3 വയസ്സിന് മൂത്ത ആളാണ് പി ഭാസ്കരൻ. 1924 ഏപ്രിൽ 12 പി ഭാസ്കരൻ മാഷ് കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. 2007 ഫെബ്രുവരി 25 83-ാമത്തെ വയസ്സിൽ മറവി രോഗം ബാധിച്ച് ഒരുപാട് കാലം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ജവഹർ നഗറിൽ അദ്ദേഹം മരിച്ചു. 1927 ഫെബ്രുവരി 1-ാം തീയതിയാണ് തൃശ്ശൂരിലുള്ള നാട്ടികയിൽ രാമു കാര്യാട്ടിൻ്റെ ജനനം. 1979 ഫെബ്രുവരി 10 52-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് കാര്യാട്ട് മരിച്ചു. ഫെബ്രുവരി 1 ജനിച്ചു, ഫെബ്രുവരി 10 മരിച്ചു. ഫെബ്രുവരി 25 ഭാസ്കരൻ മാഷിൻ്റെയും മരണം. രണ്ടുപേരുടെയും മരണം ഫെബ്രുവരിയിലാണ്. ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകളിലെ നാടൻ പദപ്രയോഗങ്ങൾ കാര്യാട്ടിനെ ഒരുപാട് ആകർഷിച്ചതായിരുന്നു. അദ്ദേഹത്തിലെ നടനെയോ സംവിധായകനെയോ കാര്യാട്ട് അംഗീകരിച്ചതുമില്ല. ഒരു സിനിമ ചെയ്യാനായി കാശിറക്കാൻ ഒരാളെ കണ്ടെത്താൻ കാര്യാട്ട് നടക്കുന്ന കാലം. കാര്യാട്ടിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിക്ക് നിക്കാഹായി. പെൺകുട്ടിയുടെ സഹോദരൻ രാമുവിൻ്റെ സുഹൃത്താണ്. പെങ്ങളെ കെട്ടാൻ വരുന്ന പുയ്യാപ്പിള കച്ചവടക്കാരനും ഒപ്പം സിനിമ വിതരണക്കാരനുമാണ് എന്ന് സുഹൃത്ത് പറഞ്ഞറിഞ്ഞപ്പോൾ രാമുവിൻ്റെ മനസ്സിൽ സ്വാഭാവികമായും ലഡ്ഡു പൊട്ടി. നിക്കാഹ് കഴിഞ്ഞ് വധുവിൻ്റെ വീട്ടിലെ മണിയറയിൽ കഴിയാൻ നവവരൻ വന്നു. കൊച്ചിക്കാരൻ പരീക്കുട്ടി സാഹിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അളിയനെ സുഹൃത്ത് രാമുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ കണക്ക് പുയ്യാപ്പിള മണിയറയിൽ കഴിയാൻ വന്ന സമയമാണെന്നൊന്നും അതൊന്നും ചിന്തിക്കാതെയാണ് രാമു കാര്യാട്ട് മുറി കയറി മുട്ടിയത്. എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യണം. അപ്പോൾ അത് കേട്ടിട്ട് പരീക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞാൻ ഈ നിക്കാഹിൻ്റെ ഈ മണിയറക്കാലമൊക്കെ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിക്ക് പോയ ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് വാക്ക് കൊടുത്തു. ആ വാക്ക് പരീക്കുട്ടി സാഹിബ് പാലിച്ചു. സിനിമ ചെയ്യാൻ തയ്യാർ. അതിനൊരു കഥ കണ്ടെത്തുവാൻ രാമു കാര്യാട്ടിനോട് പറഞ്ഞു. ഇവിടെയാണ് കാര്യാട്ടിൻ്റെ ബുദ്ധി തെളിഞ്ഞത്. താൻ ആദ്യവും അവസാനവുമായി വർക്ക് ചെയ്ത സംവിധാന സഹായിയായി നിന്ന തിരമാല പോലെ ഈ ചിത്രത്തിലും തൻ്റെ അടുപ്പക്കാരനായ പാട്ടെഴുതുന്ന അഭിനയിക്കുന്ന ഭാസ്കരനെ കൂടി കൂട്ടിയാലോ എന്ന് കാര്യാട്ട് ചിന്തിച്ചു. അതിപുരാതന തുറമുഖ നഗരം എന്ന് പേര് കേട്ട കൊടുങ്ങല്ലൂർ ഭരണി മാത്രം മതി ആ സ്ഥലത്തെ അടയാളപ്പെടുത്താൻ. 1924 പ്രളയത്തിൽ പഴയ കൊച്ചി രാജ്യത്തെ ചെറിയൊരു പ്രദേശമായ കൊടുങ്ങല്ലൂർ ആകെ മുങ്ങിപ്പോയി വെള്ളത്തിൽ. 1924 ഏപ്രിൽ 21 ഭാസ്കരൻ മാഷിൻ്റെ ജനനം. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുപാടത്ത് നന്ദിയേലത്ത് പത്മനാഭ മേനോൻ്റെയും അമ്മാളുമ്മയുടെയും 9 മക്കളിൽ 6ാമനായിരുന്നു ഭാസ്കരൻ. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഇടമാണ് കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ മസ്ജിദും ഭരണി ഉത്സവം നടത്തുന്ന ഭഗവതി ക്ഷേത്രവും നിലനിൽക്കുന്ന നാടാണ്. കൊടുങ്ങല്ലൂർ ഭരണിയെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോറിൻ്റെ കൂറ് എന്ന ഒരു കഥ ഭാസ്കരൻ മാഷ് എഴുതി മാതൃഭൂമി ബാലപംക്തിയിലേക്ക് അയച്ചു കൊടുത്തു. ഒരു നായയുടെ യജമാന സ്നേഹമായിരുന്നു വിഷയം. കഥ എഴുതിയ കുട്ടിയുടെ പേര് ഭാസി എന്നായിരുന്നു വച്ചിരുന്നത്. ഇൻ്റർമീഡിയറ്റിന് പഠിക്കാൻ എറണാകുളത്തെത്തിയപ്പോൾ ഖാദി പ്രചാരകനായിരുന്ന ചർക്കയും തക്ലിയും വീട്ടിലുണ്ടായിരുന്ന സ്കൂളിൽ ഖാദി വസ്ത്രവും തൊപ്പിയും വെച്ച് പോയിരുന്ന പി ഭാസ്കരൻ ക്രമേണ ചുവപ്പനായി മാറി. ഭാസ്കരൻ താമസിച്ചിരുന്ന മുറി
കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് ഒളിവിൽ താമസിക്കാനുള്ള ഇടമായി മാറി. EK നയനാറടക്കം ഒളിവിൽ കഴിഞ്ഞ ഇടമായിരുന്നു ഭാസ്കരൻ താമസിച്ചിരുന്ന മുറി. കൊച്ചിയിലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ സെക്രട്ടറിയായി അപ്പോൾ പ്രവർത്തിക്കുകയായിരുന്നു. അക്കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾ പാടി നടന്ന പദം പദം ഉറച്ചു നാം പാടി പാടി പോകുക പാരിലൈക്യ കേരളത്തിൽ കാഹളം മുഴക്കുവാൻ എന്ന ദേശീയോദ്ഗ്രഥന ഗാനമെഴുതി P. ഭാസ്കരൻ ശ്രദ്ധേയനായി ജയിലിലും കിടന്നു. പാട്ടെഴുതിയതിന് കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ച ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപ സമിതി അംഗമായി 2 വർഷം പ്രവർത്തിച്ച ശേഷം മദ്രാസിൽ നിന്നും പുറത്തു വന്ന ജയകേരളത്തിൻ്റെ സഹ പത്രാധിപരായി. അങ്ങനെ മദ്രാസ് വാസിയായി മാറി P. ഭാസ്കരൻ. 1939 ഓണം നാൾ മുതൽ മദ്രാശി ആൾ ഇന്ത്യ റേഡിയോ മലയാള സംപ്രേഷണം കൂടി ആരംഭിച്ചു. ലളിതഗാനങ്ങൾ മാത്രമേ ഉള്ളൂ. 1947 ജെമിനി സ്റ്റുഡിയോ ഉടമ SS വാസവൻ നിർമ്മിക്കുന്ന അപൂർവ സഹോദരകൾ എന്ന സിനിമയ്ക്കായി മലയാള വരികൾ എഴുതാൻ ഭാസ്കരൻ മാഷിനെ ഏൽപ്പിച്ചു. ഈ അപൂർവ സഹോദരകൾ എന്ന് പറഞ്ഞ സിനിമയിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം 5 ഭാഷകൾ ചേർന്ന ഒരു ഗാനമുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു സംഗീതം. 1949 അപൂർവ സഹോദരകൾ റിലീസായി. അന്നത്തെ പ്രശസ്ത നായിക ഭാനുമതി P. ഭാസ്കരൻ എഴുതിയ മലയാളം വരികൾ പാടി സ്ക്രീനിൽ അഭിനയിച്ചു. അതാണ് ഭാസ്കരൻ മാഷിൻ്റെ ആദ്യത്തെ പാട്ട്. 1950 ആഗസ്റ്റ് 24 റിലീസായ ശ്രീകൃഷ്ണ പ്രൊഡക്ഷൻസിൻ്റെ ചന്ദ്രികയിൽ തുമ്പമൺ പത്മനാഭൻ കുട്ടിയോടൊപ്പം 2 ഗാനങ്ങൾ എഴുതിയാണ് P. ഭാസ്കരൻ മലയാള സിനിമയിലെത്തിയത്. തുടർന്ന് നവലോകത്തിനായി 10 പാട്ടുകൾ എഴുതി. 40 വർഷം കൊണ്ട് 4000 പാട്ടുകൾ എഴുതി 4000 പാട്ടുകളുടെ രചയിതാവായി മാറി പിന്നീട് ഭാസ്കരൻ മാഷ്. ഗാനരചയിതാവ് എന്ന നിലയിൽ പ്രശസ്തിയിലേക്ക് കടന്ന ഭാസ്കരനെ തേടി വിദ്യാർത്ഥി ഫെഡറേഷനിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന രാമു വന്നു. കൂടെ സിനിമ പിടിക്കുന്ന പരീക്കുട്ടി. തിരക്കഥാ രചനയിലൊക്കെ ഭാസ്കരൻ സഹകരിച്ചപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ 2 പേരും കൂടി ഈ ചിത്രം ചെയ്യരുതോ എന്നായി പരീക്കുട്ടി. നവാഗതനായ രാമുവിന് ഭാസ്കരൻ്റെ സിനിമാ പരിചയം ശക്തിയാകുമല്ലോ എന്ന് തോന്നി. മലയാളത്തിൽ ശ്രദ്ധേയനായ ഒരേ ഒരു സംഗീത സംവിധായകനെ അക്കാലത്തുള്ളൂ, ദക്ഷിണാമൂർത്തി. നമുക്ക് സംഗീത സംവിധാന രംഗത്ത് ഒന്ന് മാറ്റി ചിന്തിക്കാമെന്ന് ഭാസ്കരൻ പറഞ്ഞു. മദ്രാസ് ആൾ ഇന്ത്യ റേഡിയോയിൽ തമ്പുരു അസിസ്റ്റൻ്റായി കയറി കോഴിക്കോട് നിന്ന് 1950 ആൾ ഇന്ത്യ റേഡിയോ തുടങ്ങിയപ്പോൾ അവിടെ എത്തിയ രാഘവൻ, കതിർ കാണാക്കളി, പുള്ളിമാൻ എന്നീ സിനിമകൾക്ക് പാട്ടുകൾ ചെയ്ത കാലമായിരുന്നു. അപ്പോൾ 2 ചിത്രീകരണം പൂർത്തിയായിട്ടില്ല. അദ്ദേഹത്തെ ഉപയോഗിക്കാമെന്ന് P. ഭാസ്കരൻ നിർദ്ദേശിച്ചു. അത് സ്വീകരിക്കപ്പെട്ടു. പരീക്കുട്ടി പറഞ്ഞു ആയിക്കോട്ടെ, കാര്യമായിട്ടും പറഞ്ഞു ആയിക്കോട്ടെ, ഭാസ്കരനും പരിചയമുണ്ടെങ്കിൽ പിന്നെ നമ്മളത് മതിയല്ലോ, കാരണം നിങ്ങളെല്ലാം ആൾ ഇന്ത്യ റേഡിയോയുടെ പ്രോഡക്റ്റുകളല്ലേ, മിടുക്കനാണെങ്കിൽ അയാളെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ആകാശവാണി ഉദ്യോഗസ്ഥനായ ഉറൂബിനെ ഒരു കഥ, സിനിമ ചെയ്യാനുള്ള ഒരു കഥയ്ക്കായി ചെന്ന് കണ്ടു. അദ്ദേഹം 3 കഥകൾ പറഞ്ഞു. നീലക്കുയിൽ, രാരിച്ചൻ എന്ന പൗരൻ, നായര് പിടിച്ച പുലിവാല്. അതിൽ നായര് പിടിച്ച പുലിവാല് ഹാസ്യമാണ്, നർമ്മമാണ്. ചർച്ചകൾക്ക് ശേഷം നീലക്കുയിൽ ഉറപ്പിച്ചു. നമ്മൾ നീലക്കുയിൽ എടുക്കുന്നു എന്ന് തീരുമാനിച്ചു. ത്യാഗസീമ എന്നൊരു സിനിമയ്ക്ക് ഭാസ്കരൻ പാട്ടെഴുതിയിരുന്നു. അതിലെ നായകൻ സത്യനായിരുന്നു. അങ്ങനെ ത്യാഗസീമയിൽ വെച്ച് പരിചയപ്പെട്ട സത്യനെ നീലക്കുയിലിലെ നായകനാക്കി. നായികയായി മിസ് കുമാരി. പാട്ടുകൾ ഭാസ്കരൻ എഴുതി, സംഗീതം രാഘവ മാഷ് ചെയ്തു. ക്യാമറ ഒരു പുതിയ ആളിനെ, ഒരുപാട് സിനിമകളിൽ ക്യാമറ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തിരുന്ന അലോഷ്യസ് വിൻസെൻറ്റിനെ ഫിക്സ് ചെയ്തു. അദ്ദേഹമാണ് പ്രശസ്തനായ സംവിധായകനും ക്യാമറാമാനുമായ A. വിൻസെൻറ്റ്. 1954 ഒക്ടോബർ 24 നീലക്കുയിൽ തിയേറ്ററുകളിലെത്തി. കായലരികത്ത് വയലെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരിയും എല്ലാവരും ചൊല്ലാണ് കല്ലാണ് നെഞ്ചിലെന്ന് എങ്ങനെ നീ മറക്കും കുയിലെ ഉണരുണരു ഉണ്ണിക്കുമാര കുയിലിനെ തേടി കുതിച്ചു പായും മാര മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല. എല്ലാ പാട്ടുകളും നീലക്കുയിലിന് വേണ്ടി രാഘവ മാഷ് ചിട്ടപ്പെടുത്തിയ
നാടൻ ശീലി പോലെ ഭാസ്കരൻ മാഷ് എഴുതിയ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായി മാറി. 1,00,000 രൂപയ്ക്ക് നീലക്കുയിൽ തീർക്കണം എന്നായിരുന്നു സംവിധാന ഇരട്ടകളോട് പരീക്കുട്ടി പറഞ്ഞത്. അപ്പോൾ 1,00,000 രൂപ, പിന്നെന്ത് 1,00,000 രൂപയ്ക്ക് പാട്ടും പാടി തീർക്കാമെന്ന് സംവിധായകരും പറഞ്ഞു. 1,00,000 കൊണ്ട് പടം തീർന്നു. പക്ഷേ ഷൂട്ടിംഗ് വരെ തീർന്നുള്ളൂ. എഡിറ്റിങ്ങും റീ റെക്കോർഡിങ്ങും ഒക്കെ ബാക്കിയാണ്. പിന്നെ പരസ്യം ചെയ്യണം, എല്ലാം ബാക്കിയാണ്. വിതരണ അവകാശം നൽകാനായി പലരെയും പോയി കണ്ടു ടി.കെ. പരീക്കുട്ടി. സാധാരണക്കാരുടെ കഥ, പുതുമുഖങ്ങൾ പ്രധാന വേഷക്കാർ, ആർക്കും നീലക്കുയിൽ വേണ്ട. അപ്പോൾ പരീക്കുട്ടി സാഹിബ് വാശിയുള്ളവനാണ് ജീവിതത്തിൽ. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. ചന്ദ്രധാര തന്നെ ഈ ചിത്രം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. വിതരണ കമ്പനി കൂടി തുടങ്ങാമെന്ന് ടി.കെ. പരീക്കുട്ടി നിശ്ചയിച്ചു. അപ്പോൾ അതിനും വേണം പണം. 10-12 പ്രിൻ്റൊക്കെ എടുക്കണ്ടേ. കാശിൻ്റെ ടൈറ്റിലാണ് പരീക്കുട്ടി. ആകെ പരീക്കുട്ടി പൊളിഞ്ഞു, മുതലാളി പൊളിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വന്നു. സ്വന്തക്കാരും സുഹൃത്തുക്കൾ പോലും പരീക്കുട്ടിയെ കളിയാക്കി. ദേ പരീക്കുട്ടി പൊളിഞ്ഞു എന്ന് പറഞ്ഞുണ്ടാക്കി. ഇതറിഞ്ഞ പരീക്കുട്ടി സാഹിബ് പറഞ്ഞത്, പരീക്കുട്ടി പൊളിഞ്ഞാൽ ഞാൻ വീണ്ടും തോണി ഊന്നാൻ പോവും. എന്നിട്ട് തോണി ഊന്ന് തഴമ്പിച്ച കൈകൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ അതാണ്ട ഈ തോണി തുഴഞ്ഞ ഈ കൈ ഉണ്ടല്ലോ, ഇതും കൊണ്ട് ഞാൻ വീണ്ടും തോണി തുഴയാൻ പോവും എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. എന്നാൽ പരീക്കുട്ടി ഒരിക്കലും തോണി ഊന്നിയിട്ടില്ല. തോണി കോൺട്രാക്ടറായിരുന്നു. പരിചയക്കാർ മുഖം കൊടുക്കുന്നില്ല, മിണ്ടുന്നില്ല, പണം ചോദിച്ചാലോ എന്ന് സംശയം. അദ്ദേഹം പക്ഷേ ഒരിക്കലും നിരാശനായില്ല. തൻ്റെ ഒരു തോണി, ഒരു വള്ളത്തിനെ അങ്ങ് വിറ്റു, ഒരു ബോട്ടിനെയും വിറ്റു. പടം തീർത്ത് തിയേറ്ററിൽ സ്വയം എത്തിച്ചു. പടം വമ്പൻ വിജയമായി എന്ന് ഞാൻ പറയണ്ടല്ലോ. കൊച്ചിയിലെ ഒരു വീട്ടിലെ വിവാഹത്തിന് പരീക്കുട്ടി സാഹിബിനെയും ക്ഷണിച്ചിരുന്നു. വിവാഹ തലേന്ന് പരീക്കുട്ടി തൻ്റെ സ്ഥിരം വേഷമായ ഫുൾക്കി ഷർട്ട് എപ്പോഴും ഇടും, വെള്ള ഷർട്ട്, ഫുൾക്കി ഷർട്ടും ഡബിൾ മുണ്ടും ധരിച്ച് സന്തത സഹചാരിയായ കാലം കൊടയും വീശി വീശി അവിടെ എത്തി. ആരും പഴയ മമത കാണിക്കുന്നില്ല. പണം ചോദിച്ചാലോ കക്ഷി എന്നതാണ് സംശയം. വിവാഹ വീട്ടിൽ അങ്ങനെ നിൽക്കുമ്പോൾ ആ വീട്ടിലെ റേഡിയോയിലൂടെ ആ വാർത്ത വന്നു. നീലക്കുയിൽ എന്ന ചിത്രം ദക്ഷിണേന്ത്യയിൽ നിന്നും മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടി, വെള്ളി മെഡൽ നേടി എന്നാണ് വാർത്തയിൽ പറയുന്നത്. വാർത്ത കേട്ടവർ പരീക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു, ചിലർ ചുംബിച്ചു. പരീക്കുട്ടി സാഹിബ് ആ നിൽപ്പ് നിന്നു, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ. കാരണം ഇവന്മാരൊക്കെ തരം പോലെ മാറുന്നവരാണെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ആ കാലം കുടയും ഊന്നി അദ്ദേഹം നിസ്സംഗനായി നിന്നു. അവാർഡ് പ്രഖ്യാപനം വന്ന് 2ാം നാൾ അദ്ദേഹത്തെ അതുവരെ കളിയാക്കിയിരുന്ന കൊച്ചിക്കാർ, അദ്ദേഹത്തിന് തിരസ്കരിച്ചവർ ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. കൊച്ചിയിൽ നമ്മുടെ നാട്ടുകാരനല്ലേ, ഒരു സ്വീകരണം കൊടുക്കാം എന്ന് തീരുമാനിച്ചു. സമയമായപ്പോൾ, സ്വീകരണത്തിന് സമയമായപ്പോൾ അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം എറണാകുളത്തേക്ക് പോയി. തൻ്റെ വിഷമകാലത്ത് തന്നെ എഴുതി സഹായിച്ച പത്രക്കാർക്ക് അദ്ദേഹം ഒരു സൽക്കാരം നടത്തി. ആ സമയത്ത് അവിടെ സ്വീകരണം കൊടുക്കേണ്ട സമയത്ത് ഇവിടെ സൽക്കാരം നടത്തി ടി.കെ. പരീക്കുട്ടി. നീലക്കുയിലോടെ പി. ഭാസ്കരനും രാമു കാര്യമായിട്ട് പിരിഞ്ഞു. ഒരൊറ്റ ചിത്രമേ ഇരട്ടകൾ ചെയ്തുള്ളൂ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അശോകൻ താഹിയും ഒക്കെ അങ്ങനെയാണ്, ഒരു സിനിമയോടുകൂടി വിട്ടു. നല്ല സൗഹൃദത്തോടെയായിരുന്നു സ്വതന്ത്ര സംവിധായകരാകാൻ വേണ്ടി ഇരുവരും പിരിഞ്ഞത്. അല്ല, പിണങ്ങി പിരിഞ്ഞതൊന്നുമല്ല. പി. ഭാസ്കരനെ നല്ല പാട്ടെഴുത്തുകാരനായി കാണാനായിരുന്നു രാമു കാര്യാട്ടിന് എപ്പോഴും ഇഷ്ടം. ഭാസ്കരൻ്റെ അഭിനയത്തോടും സംവിധാനത്തോടും ഒട്ടും മതിപ്പില്ല എന്നതാണ് സത്യം. നീലക്കുയിലെ പ്രധാന വേഷങ്ങളാണല്ലോ അധ്യാപകനായ ശ്രീധരൻ നായരും പോസ്റ്റ്മാനായ ശങ്കരൻ നായരും പൊലിപ്പെണ്ണായ നീലിയും. ഭാസ്കരൻ്റെ നിർദ്ദേശത്തിൽ സത്യനെ ശ്രീധരൻ നായരാക്കി. ശങ്കരൻ നായരാകാനായി PJ ആൻ്റണി ആകാം എന്ന് നിശ്ചയിച്ചു. പക്ഷേ കക്ഷിക്ക് സമയത്തിന് വരാനാവില്ല, വേറെ ഏതൊക്കെയോ പടങ്ങളിൽ കുരുങ്ങിപ്പോയി. ഒരുപാട് ആലോചനകൾക്കൊടുവിൽ ആ വേഷം ഭാസ്കരൻ തന്നെ ചെയ്യട്ടെ എന്ന് നിശ്ചയിച്ചതാണ്. ആൻ്റണിയെ പോലെ ഒരാൾ ചെയ്യേണ്ട വേഷമായിരുന്നു അതെന്ന് ഇനിയും നീലക്കുയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭാസ്കരൻ മാഷ് അഭിനയത്തിൽ ശോഭിച്ചില്ല. നീലക്കുയിൽ മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് കൂടി നേടിയപ്പോൾ
ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന ഈഗോ രണ്ട് സംവിധായകർക്കും വരിക സ്വാഭാവികം. ഈ പടം ഞാൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു, എൻ്റെ നിർമ്മാതാവുമാണ് എന്ന് രാമു കാര്യേട്ടന് തോന്നാം. രാമുവിനെ അസിസ്റ്റൻ്റ് അസോസിയേറ്റായിട്ടൊക്കെ നിർത്തിയിട്ട് ഞാൻ സംവിധാനം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കയറി രാഷ്ട്രപതിയുടെ അവാർഡ് ഒറ്റയ്ക്ക് വാങ്ങാമായിരുന്നു എന്ന് ഭാസ്കരൻ മാഷിനും തോന്നിയിരിക്കാം. സൗഹാർദ്ദപൂർവ്വം ബി ഭാസ്കരനും രാമു കാര്യേട്ടും വേർപിരിഞ്ഞു. നീലക്കുയിലിന് പിന്നാലെ 1957 മിന്ന മിനുങ്ങ്, 62 മുടിയനായ പുത്രൻ, 63 മൂടുപടം, 65 ചെമ്മീൻ, 68 ഏഴ് രാത്രികൾ, 70 അഭയം, 72 മായ, 74 നെല്ല്, 76 ദ്വീപ്, 1978 കൊണ്ടകളി എന്ന് പറഞ്ഞ തെലുങ്ക് പടം, അമ്മുവിൻ്റെ ആട്ടുംകുട്ടി, 1980 മലങ്കാറ്റ്. 1979 തൻ്റെ ശിഷ്യനായിരുന്ന PA ബക്കർ സംവിധാനം ചെയ്ത സംഘഗാനത്തിൽ ഒരു വലിയ വേഷം രാമു കാര്യേട്ട് അഭിനയിക്കുകയും ചെയ്തു. സിനിമയ്ക്കൊരു കഥ തേടി ഉറുവിനെ കാണാൻ കാര്യേട്ടിനൊപ്പം ചെന്നപ്പോൾ ബി ഭാസ്കരന് ഇഷ്ടമായത് രാരിച്ചൻ എന്ന പൗരനായിരുന്നു. നീലക്കുയിലിൻ്റെ സാമൂഹ്യ സാധ്യതകൾ പറഞ്ഞ് കാര്യാട്ട് മാറി ചിന്തിച്ചതിനാൽ പി ഭാസ്കര മാഷ് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. രാമു കാര്യേട്ട് പരിചയപ്പെടുത്തിയ പരീക്കുട്ടിയുടെ അടുത്ത സിനിമ പി ഭാസ്കരൻ രാരിച്ചൻ എന്ന പൗരൻ ചെയ്ത് പരീക്കുട്ടിക്ക് കൊടുത്തു. 1956 58 അല്ല 1956 രാരിച്ചൻ എന്ന പൗരൻ പരീക്കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. 1958 ടി വാസുദേവന് വേണ്ടി നായർ പിടിച്ച പുലിവാലും പി ഭാസ്കരൻ സംവിധാനം ചെയ്തു. അതായത് കേട്ട 3 കഥയിൽ തള്ളിക്കളഞ്ഞ 2 കഥയും ഭാസ്കരൻ മാഷ് സംവിധാനം ചെയ്തു. രണ്ടും വിജയം വരിച്ചു. രാമുവിനൊരു ചെറിയ ഷോക്ക് നൽകാനായി അതിലൂടെ. കാരണം ആ 2 കഥയും രാമു കാര്യേട്ട് തള്ളിക്കളഞ്ഞതാണല്ലോ. നാഴിയുരിപ്പാല് കൊണ്ട് നാടക കല്യാണം എന്ന രാരിച്ചൻ എന്ന പൗരനിലെ സൂപ്പർ ഹിറ്റ് ഗാനം ചിത്രത്തിന് വലിയ വിജയഘടകമായി മാറി. 12 സിനിമകളെ കാര്യാട്ട് സംവിധാനം ചെയ്തുള്ളൂ. അവയിൽ ചെമ്മീൻ നേടിയെടുത്ത ഖ്യാതി ഞാൻ പറയേണ്ട കാര്യമില്ല, അത്രയും വലുതായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രമായി ചെമ്മീൻ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവങ്ങളിൽ ക്ഷണിച്ച സിനിമയുമായി ചെമ്മീൻ മാറി. ഭാസ്കരൻ മാഷ് 47 സിനിമകൾ ചെയ്ത് ശ്രദ്ധേയനായി. ഇരുട്ടിൻ്റെ ആത്മാവടക്കം ദേശീയ ശ്രദ്ധ നേടിയ സിനിമകളും ഇവയിലുണ്ടായിരുന്നു. നീലക്കുയിലോടെ രാമു കാര്യേട്ടും പി ഭാസ്കരനും പിരിഞ്ഞ ശേഷം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ രാമു കാര്യേട്ടിൻ്റെ ഒരു സിനിമയിൽ മാത്രമാണ് ഭാസ്കരനെ കൊണ്ട് പാട്ടെഴുതിച്ചത്. ബാക്കിയെല്ലാം വയലാറായിരുന്നു എഴുതിയത്. സലിം ചൗധരി പറഞ്ഞതിനാൽ ചെമ്മീനിൽ പാട്ടുകൾ എഴുതാൻ ONVയെ ക്ഷണിച്ചു. പക്ഷേ അക്കാലത്ത് കോളേജ് അധ്യാപകർക്കൊന്നും കലാപ്രവർത്തനങ്ങൾക്ക് ലീവ് അനുവദിക്കില്ലായിരുന്നു. ഇക്കാര്യം ONV എഴുതി അറിയിച്ചു. പകരം വന്ന വയലാർ രാമു കാര്യേട്ടുമായി പെട്ടെന്നടുത്തു, വലിയ സുഹൃത്തുക്കളായി മാറി. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട മിക്ക വ്യക്തികളെയും നേരിട്ട് പരിചയമുള്ള എനിക്ക് രാമു കാര്യേട്ടിൻ്റെ മുമ്പിൽ മാത്രമേ അപകർഷതാബോധം തോന്നിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമല്ല, മനസ്സും വളരെ വലുതായിരുന്നു. ആ വ്യക്തിയിലെ മനുഷ്യത്വം കണക്കിലെടുത്ത് അദ്ദേഹത്തെ ഞാൻ മഹാൻ എന്ന് തന്നെ വിളിക്കട്ടെ എന്നാണ് പ്രശസ്ത പത്രപ്രവർത്തകനായ മധുവൈപ്പന കാര്യാട്ടിനെ വിലയിരുത്തിയത്. ഒരു വലിയ തടിയും പൊക്കമുള്ള ആളാണ് കാര്യാട്ട്. ബർമുഡേ ഇടുള്ളൂ. ഇന്നത്തെ ബർമുഡ എന്ന് പറയുന്ന ഹാഫ് ടൗസറേ അദ്ദേഹം ഇടൂ. എപ്പോഴും സിഗരറ്റ് മറ്റേ പൈപ്പാണ്, അല്ല സിഗരറ്റല്ല, പൈപ്പ് വെച്ചാണ് പുകവലിക്കുന്നത്. ബുൾഗാൻ താടി, നീട്ടി വളർത്തിയ മുടി, വലിയ തല. അദ്ദേഹം സംസാരിച്ചാൽ ആരും എതിർത്തൊരക്ഷരം പറയില്ല. അങ്ങനത്തെ ഒരു ആചാരബാഹുവായിരുന്നു. ഒരു ഗോത്ര തലവനെ പോലെ സദാ കുറേ ശിഷ്യന്മാരുമായി നടക്കുകയും ശിഷ്യന്മാരുടെ വിജയത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്ത ആളായിരുന്നു രാമു കാര്യാട്ട്. നാനയുടെ മുതലാളി കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ഒരിക്കലും മദ്രാസിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മധുവൈപ്പന്ന എന്ന മദ്രാസിലെ ലേഖകനുമുണ്ട്, നാനയുടെ എഡിറ്ററായ KVS ഇളയതുമുണ്ട്. ഇവർ മൂവരും കൂടി രാമു കാര്യേട്ടിനെ കാണാനായിട്ട് അദ്ദേഹം താമസിക്കുന്നിടത്ത് ചെന്നു. സംസാരത്തിനിടയിൽ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ചോദിച്ചു, രാമു, നിങ്ങളുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന നടികളോട് നിങ്ങൾ ഏത് വിധത്തിലാണ് പെരുമാറുന്നത്? ഞാനെൻ്റെ
പെങ്ങളെപ്പോലെ കാണും അല്ലെങ്കിൽ മോളെപ്പോലെ കാണും എന്നൊക്കെയാണ് ഈ കള്ളന്മാർ പറയാറ്. ഇവിടെ എല്ലാ സദാചാരത്തിൻ്റെ അപ്പോസ്തലന്മാരാണല്ലോ ഉള്ളത്. പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ കമന്ന് വീഴുന്ന കള്ളന്മാർ വരെ. ഈ ദിലീപിൻ്റെയൊക്കെ കേസ് വന്നപ്പോൾ TV ചർച്ചകളിൽ വന്നിരുന്ന അടിച്ച വാചകങ്ങൾ കണ്ടില്ലേ? ദ്രോഹികളാണ് സത്യത്തിൽ. പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ മതി. 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആയാലും കുഴപ്പമില്ല, പെണ്ണായിരുന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ദ്രോഹികളാണ്. പക്ഷേ വഴിഞ്ഞൊഴുകുന്ന സഹോദര സ്നേഹമൊക്കെ വേണം കാണാം. അമ്മയെ പോലെ ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ രാമു കാര്യേട്ടനോട് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ, നിങ്ങളുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന നടികളോട് നിങ്ങൾ ഏത് വിധത്തിലാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാര്യമായിട്ട് പറഞ്ഞ മറുപടി, ഞാൻ ആരെയും എനിക്കിഷ്ടമുള്ളവരെയൊക്കെ വശംവദരാക്കാറുണ്ട്, എന്നാൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറ്റിക്കാറില്ല. അവർക്കെല്ലാം ഞാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട്. സുഹൃത്തായ ശോഭന പരമേശ്വരൻ നായരോടൊപ്പമാണ് റെഡ്ഡിയാരോട് ഈ കാര്യം പറയുമ്പോൾ രാമു ഉണ്ടായിരുന്നത്. അപ്പോൾ റെഡ്ഡിയാരോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിടെ പത്രാധിപരായ KVS ഇളയതും മദ്രാസ് ലേഖകൻ മധു വൈപ്പനിയും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും മറയില്ലാതെ മടിയില്ലാതെ അദ്ദേഹം തുറന്നു പറഞ്ഞു, എനിക്ക് സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യം തോന്നിയാൽ അവരോടൊക്കെ ഞാൻ ചങ്ങാത്തം കൂടാറുണ്ട്, പക്ഷേ അവരെ ചതിക്കാറില്ല, അവർക്ക് ഞാൻ വേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോടും പരിഭവമില്ല എന്ന് തുറന്നു പറഞ്ഞ ചങ്കൂറ്റമുള്ള മനുഷ്യനായിരുന്നു രാമു കാര്യാട്ട്. അതാണ് ഒരു ഗോത്ര തലവനെ പോലെ, അല്ലെങ്കിൽ മധുവിപ്പൻ അങ്ങനെ ഒരുമാതിരിപ്പെട്ടവരെയൊന്നും എന്താ പറയുക പൂർത്തി സംസാരിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം പോലും പറഞ്ഞത് രാമു കാര്യേട്ടൻ്റെ ശരീരം മാത്രമല്ല മനസ്സും വലുതായിരുന്നു എന്നാണ്. രാമു കാര്യേട്ടൻ്റെ മുമ്പിൽ മാത്രമേ എനിക്ക് അപകർഷതാബോധം തോന്നിയിട്ടുള്ളൂ എന്നാണ് മധുവൈപ്പന പറഞ്ഞത്. തീർച്ചയായിട്ടും മധുവൈപ്പന പറഞ്ഞ പോലെ മഹാൻ തന്നെയായിരുന്നു രാമു കാര്യേട്ട്. ആ പ്രിയ സുഹൃത്ത് അകാലത്തിൽ മരിച്ചു പോയപ്പോൾ അവസാനമായി കാണാൻ വന്ന ഭാസ്കരൻ മാഷ് പൊട്ടി കരയുന്ന ആ ഫോട്ടോ കാണുമ്പോൾ യാദൃശ്യമായിട്ട് എനിക്ക് ആരും അയച്ചു തന്നതാണ്. ആ മനസ്സുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്നിച്ചു നിന്നൊരു സിനിമ ചെയ്ത് അതിന് നാഷണൽ അവാർഡ് നേടിയ ശേഷം നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞിട്ട് പോലും അവർ ജീവിത അവസാനം വരെയും നല്ല സുഹൃത്തുക്കളായിരുന്നു. സിനിമയിൽ അങ്ങനെയുള്ളവരെ കാണാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള, അല്ലെങ്കിൽ ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള ഈ എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഫോട്ടോയും ഞാൻ പറഞ്ഞ കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.